പാകിസ്ഥാൻ വാഗയിലെ അതിർത്തി അടച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന പാകിസ്ഥാൻ പൗരന്മാർ അട്ടാരി വാഗ ക്രോസിംഗിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അട്ടാരി അതിർത്തിയിലൂടെ പാകിസ്ഥാനികൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള സമയം ഇന്ത്യ നീട്ടിയിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ അധികൃതർ വഴി തുറന്നിട്ടില്ല. ചൂടും വെള്ളവും കിട്ടാതെ അതിരാവിലെ മുതൽ കാത്തിരിക്കുകയാണെന്ന് പാകിസ്ഥാൻ പൗരന്മാർ പറയുന്നു. ഏറെ പ്രതിസന്ധിയിലായിരിക്കുക കൂടിയാണ് അവർ. 30 മുതൽ അതിർത്തി അടച്ചിടുമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാകിസ്ഥാനികൾക്ക് മടങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. भाई कुछ है कहाँ? मरने बना अब जो हमारे साथ हो रहा है, हमारे बच्चों को, हमारी फैमिली को, हमारे शोहर को बांटा जा रहा है 2 हिस्सों में, उसमें हमारा क्या कसूर है? जो हम यहाँ से शादी करके गई हुई हैं, वो वहां से शादी कर आई हुई हैं और बच्चे हैं उनके साथ में, तो उन लोगों का क्या कसूर है? उस चीज को तो इतना फैलाया जा रहा है दुनिया में, पहलगाम में जो है, और जो हमारे साथ यहाँ बॉर्डर पे हो रहा है उसको कौन फैलाएगा? मेरी तो सरकार से यही अपील है कि आप मुझे मेरे बच्चों के साथ मुझे वापस मेरे मुल्क जाने दें। अब तो मेरा मुल्क वही है जहाँ मैं शादी होकर गई हूँ और मैं पाकिस्तानी हाफ नेशनल हूँ। नेशनलिटी की मेरी रसीद है मेरे पास, इसमें हमारा क्या कसूर है? हम तो कल वीजा लेकर आए ना, बगैर उसके थोड़ी ना जा रहे हैं. മനു ഭരത് ചേർന്നു. മനു, അന്താരാഷ്ട്ര തലത്തിലേക്ക് പോലും ഉയരുന്ന തരത്തിൽ ഒരു മാനുഷിക വിഷയം കൂടി ഉണ്ടാവുകയാണ് അതിർത്തിയിൽ. അതിൽ അതിർത്തി അടച്ചുകൊണ്ട് പാകിസ്ഥാൻ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് പോലും ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരുന്നു. ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത്? എങ്ങനെയായിരിക്കും ഇന്ത്യ ഈ വിഷയം കൈകാര്യം ചെയ്യുക? ഇത് നിരുത്തരവാദിത്വപരമായ ഒരു നീക്കം എന്നതാണ് ഇതിനെ പ്രാഥമികമായി കണക്കാക്കേണ്ടത്. കാരണം പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിൽ നിന്ന് മടങ്ങണം എന്ന് ഇന്ത്യൻ സർക്കാർ അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് 30-ാം തീയതി വരെ അവർക്ക് സമയം അനുവദിച്ചിരുന്നെങ്കിലും അതിന് കഴിയാത്തവർക്കും ഇപ്പോഴും തുടർന്ന് പോകാം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ അവർ ഇന്ത്യ വിടാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അതാരി ഉള്ള അതിർത്തി അടച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അവരുടെ പൗരന്മാർക്ക് അവർ കടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ അതിർത്തിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ അവരുടെ കുടുംബവുമായും ഭർത്താവുമൊക്കെയുമായും ഒക്കെ താമസിക്കുകയായിരുന്നു. ചിലർ പാകിസ്ഥാനിൽ അവരുടെ കുടുംബം ഉള്ളവരാണ്. സ്വാഭാവികമായും സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും വലിയ തോതിൽ ഇരകളാകുന്നത് ഈ പ്രശ്നത്തിൽ എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, അവർ ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കാനോ ഒന്നിനും അവർ തയ്യാറല്ല. അവർക്ക് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് താമസിക്കാനുള്ളൊരു ആഗ്രഹം മാത്രമാണ്. അപ്പോൾ പക്ഷേ ഈ സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് ആണ് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ പറയുന്നത്. ഏതായാലും ഈ അത്താരി വാഗ അതിർത്തി വഴി ഉള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള ശ്രമം കഴിഞ്ഞ 7 ദിവസങ്ങളായി നടക്കുകയായിരുന്നു. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുകയും ചെയ്തത്. 911 പാകിസ്ഥാനികൾ ആണ് മൊത്തം ഇപ്പോൾ അതിർത്തി വഴി രാജ്യം വിട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവർ അവിടെ പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതേസമയം ഇന്ത്യൻ പൗരന്മാർ അതുവഴി തിരിച്ചു വരുന്നു എന്നതുകൂടി നമ്മൾ നോക്കണം. പഞ്ചാബിലെ അമൃത്സർ ജില്ല വഴിയും ഇന്ത്യൻ പൗരന്മാർ മടങ്ങി വരുന്നുണ്ട്. 152 ഇന്ത്യൻ പൗരന്മാരാണ് പഞ്ചാബിലെ അമൃത്സർ വഴി മടങ്ങി വന്നത്. അതുപോലെ ഇന്ത്യൻ വിസയുള്ള പാകിസ്ഥാൻ പൗരന്മാർക്ക്, അതായത് കൃത്യമായി വിസയുള്ള ആളുകൾക്ക് കൂടി വരാനുള്ളൊരു സൗകര്യം അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതോടെ 1617 ഇന്ത്യൻ പൗരന്മാർക്ക് മൊത്തത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ സുഗമമായി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്ത്യൻ പൗരന്മാർ, അതായത് ഇന്ത്യൻ വിസയുള്ള 244 ആളുകൾക്കും കൂടി ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരന്മാരെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു. അതേസമയം പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ ഏറ്റവും അവിടെ ഒരു
ആളുകളെ സ്പർശിക്കുന്ന ഒരു വാർത്ത വരുന്നത് അബ്ദുൾ വാഹിദിൻ്റെയാണ്. 1980 ഇന്ത്യയിലേക്ക് കടന്ന അബ്ദുൾ വാഹിദിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്കാരനായി ജീവിക്കുന്നു. പാകിസ്ഥാനിലേക്ക് കടക്കാനുള്ള യാത്രയിൽ അയാൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം മറ്റ് ആരും ബന്ധുക്കളൊന്നുമില്ല. സ്വാഭാവികമായും ആ യാത്രയിൽ വന്നപ്പോൾ അവിടുത്തെ ഫോറിൻ രജിസ്ട്രേഷൻ ഓഫീസ് പാകിസ്ഥാൻ പൗരനായതുകൊണ്ട് തന്നെ അബ്ദുൾ വാഹിദിനോട് നാടുവിടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ പൗരന്മാരെ അങ്ങനെ വലിയ തോതിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരെ മറ്റു കാരണങ്ങളില്ലെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ കൃത്യമായി വിസയില്ലാത്ത അബ്ദുൾ വാഹിദിനെ പോലുള്ളവർ വലിയ പ്രതിസന്ധി നേരിട്ടു. ഒപ്പം വിസയുള്ള ഇവിടെ തുടരുന്ന ഹ്രസ്വകാല വിസയുള്ള കുടുംബാംഗങ്ങളെ കാണാനും ഭർത്താവിനെയും ഭാര്യയൊക്കെ കാണാനായി വരുന്നവരും ഇതുപോലെ പ്രതിസന്ധികളിൽ കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു മാനുഷിക പരിഗണന പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതുകൂടിയാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. തീർത്തും നിരുത്തരവാദിത്വപരമായ ഒരു പ്രതികരണം എന്നാണ് ഇതിനെ കണക്കാക്കേണ്ടത്. ശരി, മനു ഭരത് വിവരങ്ങൾ നൽകുമ്പോൾ അതിനിടെ